ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ലോകത്തിൽ നമ്മുടെ ഉറ്റ ബന്ധു എന്ന് പറയുന്നത് എപ്പോഴും നമ്മോടൊപ്പമുള്ളത് ആരാണോ അവരാണ്. വാസ്തവത്തിൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പും ജനിക്കുമ്പോഴും ജനിച്ചതിന് ശേഷവും ഈ ലോകത്തിൽ നിന്നും പിരിയുമ്പോഴും നമ്മോടൊപ്പമുള്ള ബന്ധു സർവേശ്വരൻ മാത്രമാണ്. ബാക്കി ഇവിടെ നമ്മുടെ ഈ ദേഹത്തിൻ്റെ സംരക്ഷകരായിട്ടുള്ള ആളുകൾ നമ്മെ അവർ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ഉപേക്ഷിക്കാനും മടിക്കില്ല. ഒരാൾ മറ്റൊരാളെ രക്ഷിക്കുന്നത് അവരിൽ നിന്നും എന്തെങ്കിലും ലാഭം കിട്ടുന്നതിന് വേണ്ടിയാണ്. ശരിക്കും ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നില്ല. സ്നേഹിക്കുന്നത് ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ഉപഭോഗങ്ങൾ കിട്ടുമെങ്കിൽ അതിനു വേണ്ടിയാണ്. ആ ഉപഭോഗങ്ങൾ കിട്ടാതാകുമ്പോൾ സ്നേഹവും കുറയുന്നു. അതാണ് ഈ ലോകത്തിൽ ബന്ധുക്കളുടെയും മറ്റും സ്നേഹത്തിൻ്റെ അളവ്. വൃദ്ധരായ അച്ഛനെയും അമ്മയെയും വൃദ്ധസദനത്തിലേക്ക് പറഞ്ഞയക്കുന്നത് എന്തുകൊണ്ടാണ്? നല്ല കാലത്ത് അവരിൽ നിന്ന് നല്ല പ്രതിഫലം കിട്ടിയിരുന്നു. ഇപ്പോൾ അവരിൽ നിന്നൊന്നും കിട്ടാനില്ല. ഇപ്പോൾ അവർ ഒരു ഭാരമായി തോന്നുന്നു. അപ്പോൾ അവരെ ഉപേക്ഷിക്കുന്നു, സ്നേഹവും കുറയുന്നു. ഇതല്ലേ? അപ്പോൾ ഇതാണ് എല്ലാവരുടെയും അവസ്ഥ എന്ന് മനസ്സിലാക്കി നമ്മൾ ബന്ധുക്കളിന്നെ വെടിഞ്ഞാലതിൽ സന്തപിച്ചിടാതെ എള്ളോളം കൂടി സന്തോഷിച്ചിടുക പാരം. അതിബന്ധങ്ങളാകുന്നു ബന്ധുവും മറ്റും. ഈ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ബന്ധുക്കളിന്നെ വെടിഞ്ഞാലതിൽ നമ്മൾ ബന്ധുക്കളല്ലേ എന്ന നിലയിൽ ആത്മാർത്ഥമായി അവരെ സ്നേഹിച്ചു എന്ന് വരാം. പക്ഷേ ചില നിസാര കാരണങ്ങളാൽ അവർ നമ്മിൽ നിന്ന് അകലുകയും നമ്മെ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം. ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ അപ്രകാരത്തിലുള്ള ഉപേക്ഷ വരുമ്പോൾ തീരാത്ത വ്യഥയായിരിക്കും. അങ്ങനെയുള്ളവർ കേൾക്കേണ്ടതാണിത്. അങ്ങനെയുള്ളവരുണ്ട്. ബന്ധുക്കൾ നിന്നെ വെടിഞ്ഞാലതിൽ സന്തപിച്ചിടാതെ എള്ളോളം കൂടി. ഞാൻ അറിയുന്ന ഒരു സുഹൃത്ത് വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ മാതാപിതാക്കളെയും എല്ലാം ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചു. അവർക്ക് വേണ്ടി ഞാൻ നിലകൊണ്ടു. പക്ഷേ ഇന്നിതാ അവരെല്ലാം എന്നെ ഉപേക്ഷിക്കുന്നു. ഈ പരിഭവം അദ്ദേഹത്തിന് വല്ലാത്ത വിഷമത്തോടു കൂടി പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ബന്ധുക്കൾ നിന്നെ വെടിഞ്ഞാലതിൽ സന്തപിച്ചിടാതെ എള്ളോളം കൂടി. എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ, അല്പം പോലും വിഷമിക്കേണ്ട. ബന്ധുക്കൾ നമ്മളെ ഉപേക്ഷിച്ചാൽ ബന്ധുക്കൾക്ക് വേണ്ട സഹായം നമ്മൾ ചെയ്തു കൊടുക്കണം. എന്നിട്ടും അവർ നമ്മെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അതിലൊട്ടും സന്താപിക്കേണ്ട. കാരണം ബന്ധുക്കൾ നിന്നെ വെടിഞ്ഞാലതിൽ സന്തോഷിച്ചിടുക പാരം. അതി ബന്ധങ്ങളാകുന്നു ബന്ധുവും മറ്റും. ബന്ധുക്കൾ വന്നാൽ അതിൽ നമ്മൾ സന്തപിക്കരുത്. ബന്ധുക്കൾ നിന്നെ വെടിഞ്ഞാലതിൽ സന്തപിച്ചിടാതെ എള്ളോളം കൂടി സന്തോഷിച്ചിടുക പാരം. അതിബന്ധങ്ങളാവുന്നു ബന്ധവും മറ്റും. ബന്ധുക്കൾ നമ്മളെ ഉപേക്ഷിച്ചാൽ അതിൽ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം അതിബന്ധങ്ങളാകുന്നു. നമ്മൾ ആദ്യകാലത്തെ അവരെക്കുറിച്ച് ഓർത്ത് കണ്ണുനീരൊഴുക്കേണ്ടി വരും. ബന്ധുക്കളെക്കുറിച്ച്, അയ്യോ അവരെന്നെ വിട്ടുപോകുന്നുവല്ലോ, അല്ലെങ്കിൽ അവരെ ഞാൻ വിട്ടുപോകുന്നുവല്ലോ എന്നിങ്ങനെ അവരെ ഓർത്ത് വിഷമിക്കേണ്ടി വരും നമ്മൾ. അതില്ലാതെയായി.
അവർ നമ്മെ ഉപേക്ഷിച്ചു പോയത് കൊണ്ട്. അതാണ് അതിബന്ധങ്ങളാകുന്നു ബന്ധവും മറ്റും. അതുകൊണ്ട് ബന്ധുക്കൾ നമ്മളെ ഉപേക്ഷിച്ചാൽ നമ്മളതിൽ സന്തോഷിക്കണം. ബന്ധുക്കൾ നിന്നെ വെടിഞ്ഞാലതിൽ സന്തോഷിച്ചിടുക പാരം. ബന്ധുക്കൾ നിന്നെ വെടിഞ്ഞാലതിൽ സന്തപിച്ചിടാതെ എള്ളോളം കൂടി സന്തോഷിച്ചിടുക പാരം. ബന്ധങ്ങളാവുന്നു ബന്ധവും മറ്റും. ഇത് എത്ര വലിയ സത്യമാണ് എന്ന് നമ്മളൊന്ന് ഓർത്തു നോക്കുക. എന്നിട്ട് ആരെങ്കിലും നമ്മെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ അതിലല്പം പോലും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. വിഷമിക്കരുതേ, സന്തോഷിക്കൂ. സർവേശ്വരനെ ആശ്രയിക്കൂ. ഈശ്വരൻ നാം ഉപേക്ഷിച്ചാൽ കൂടി നമ്മെ ഉപേക്ഷിക്കാത്ത ഉറ്റ സുഹൃത്തും ബന്ധുവും സ്വന്തവുമായിരിക്കുന്നത് ഈശ്വരനാണ്. ഈശ്വരനിലേക്ക് നമ്മുടെ മനസ്സ് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. നാം സംതൃപ്തരും പൂർണ്ണരും സന്തോഷവാന്മാരും ആയിരിക്കും. അത്രയും മഹത്തായതാണ് നമ്മുടെ മനസ്സ് ഈശ്വരോന്മുഖമായി തിരിഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭവം.